തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തെ തുടർന്നുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്ന് ആവശ്യമായിരുന്നു. നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനമുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വീണ്ടും പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. നാടിനെ നടുക്കിയ അപകടമായിരുന്നു തൃപ്പൂണിത്തറയിലെ ഈ സ്ഫോടനം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഈ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച് ഈ അപകടത്തിന് കാരണമായവർ നഷ്ടപരിഹാരം നൽകില്ല എന്നുറപ്പായതോടെയാണ് നിലവിലിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ സംഭവത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾ ധാരാളമുണ്ട്. ആ വീടുകൾക്ക് എല്ലാം, ആ ഉടമസ്ഥർക്കെല്ലാം തന്നെ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു കമ്മീഷനെ വെക്കണം എന്നവർ ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ കണക്ക് പ്രകാരം സ്ഫോടനത്തിൽ 15 വീടുകൾ പൂർണ്ണമായും തകർന്നു, 150-ലേറെ വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അതിൽ പുതിയ വീടുകൾ പോലും, പാലുകാച്ച് ജസ്റ്റ് കഴിഞ്ഞ വീടുകൾ പോലുമുണ്ട്. ഇവയ്ക്കെല്ലാം അർഹമായ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ അതിന് കമ്മീഷൻ തന്നെ വേണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇന്ന് 11:30 തൃപ്പൂണിത്തറ നഗരസഭ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ. അതിൽ ഈ ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിക്കും. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കമ്മീഷനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തും. പറവൂരിൽ നടന്ന വെടിക്കെട്ട് ദുരന്തത്തിന് പിന്നാലെ 1 വർഷമായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഈ തൃപ്പൂണിത്തറയിലെ ആളുകളുടെ മുന്നിൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.